മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കൃപയുടെ മണിക്കൂറാണ്. ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കുവാനും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും കൂടുതൽ ദൈവവചനത്തിന് അടിസ്ഥാനത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും സഭാപിതാക്കന്മാരുടെ വാക്കുകളിലൂടെ സഭയുടെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ ഈ ഒരു വിഷയം നമ്മെ കൂടുതലായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കൃപയുടെ സമയമാണ്. മറ്റൊരു സഭാപിതാവാണ് വിശുദ്ധ സിപ്രിയൻ. സഭാപിതാവായ വിശുദ്ധ സിപ്രിയന്റെ വാക്കുകൾ എന്താ പ്രിയപ്പെട്ടവരെ? വിശുദ്ധ സിപ്രിയൻ പറയാണ്, നമുക്ക് ആ വാക്കുകൾ ശ്രദ്ധിക്കാം. പാപത്തിന്റെ ദീർഘശിക്ഷയിൽ നിന്ന് അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും സഹനം വഴി എല്ലാ പാപത്തിൽ നിന്നും വെണ്മയുള്ളതാക്കി മാറ്റുകയും വേണം. പാപത്തിന്റെ ദീർഘശിക്ഷയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മെ ശുദ്ധീകരിക്കുന്ന അഗ്നിയുണ്ടെന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. ദൈവത്തിന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഇന്ന് പല പഠനങ്ങളുണ്ട്, പലരും പഠിപ്പിക്കുന്നുണ്ട്. അതത്ര വലിയ പ്രശ്നമുള്ള സ്ഥലമൊന്നല്ല, വളരെ കംഫർട്ടായ സ്ഥലമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഭാപിതാക്കന്മാരുടെയും സഭയിലെ വിശുദ്ധരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് നമ്മോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. സഭ അവരെ ഒഫീഷ്യലായി വിശുദ്ധരായി ഡിക്ലെയർ ചെയ്തവരാണ്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും വിശുദ്ധാത്മാക്കൾ നമ്മോട് പങ്കുവെക്കുന്നത്. അവരിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ സിപ്രിയൻ പറയാണ്, പാപത്തിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് എനിക്കും നിനക്കും അഗ്നിയിലൂടെ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണെന്ന്. മറ്റൊരു സഭാപിതാവാണ് വിശുദ്ധ ബേസിൽ. വിശുദ്ധ ബേസിൽ ഈ പിതാവ് എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്? വളരെ മനോഹരമായ വാക്കുകളാണ്. ബേസിൽ പ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കത് ശ്രദ്ധിക്കാം. അദൃശ്യരായ ശത്രുക്കളോട് നിങ്ങൾ ഒരുമിച്ച് വായിക്കണം. അത് ജീവിതകാലം മുഴുവൻ പോരാടിയ ദൈവത്തിന്റെ ഉന്നതരായ കായികാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിശാചിനോടും ജഡത്തോടും ലോകത്തോടും എതിർത്ത് യുദ്ധം ചെയ്ത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ സേനയാണ് നമ്മൾ. കർത്താവിന്റെ പോരാളികളാണ് നമ്മൾ. എല്ലാ പീഡകളിലും രക്ഷപ്പെട്ട് ജീവിതത്തിന്റെ അന്ത്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെ രാജകുമാരനാൽ പരിശോധിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് വിധിയാളനായി നമ്മുടെ ജീവിതങ്ങൾ അവൻ പരിശോധിക്കും. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, അഗ്നിയിലൂടെ എന്നവണ്ണം ഈ പുല്ലും വൈക്കോലും തടിയും കല്ലും എങ്ങനെയാണ് നമ്മൾ പണിതത് എന്ന് അഗ്നി പരിശോധിക്കും. ഈ ലോകത്തിൽ നമ്മൾ എപ്രകാരമാണ് ജീവിച്ചത്, നമ്മുടെ ചൈതികള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ സംസാരങ്ങള്, നമ്മുടെ മനോഭാവങ്ങള്, ഇതൊക്കെ എപ്രകാരമായിരുന്നു? ആരും അറിയാതെ, ആരും ചെയ്യാതെ നമ്മൾ ചെയ്ത ചില പാപങ്ങള്, മറച്ചുവെച്ച പാപങ്ങള്, ഇതെല്ലാം അഗ്നിയിലൂടെ പരിശോധിക്കപ്പെടും. ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും. അവന് സ്വർഗ രാജ്യ പ്രവേശനമുണ്ടാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എവിടെ? അതാണ് ശുദ്ധീകരണ സ്ഥലം.
എന്നാൽ അഗ്നിയിലൂടെ എന്നവണ്ണം, ഏതായി അഗ്നി? ശുദ്ധീകരണ അഗ്നി. ഈ അഗ്നിയിലൂടെ എന്നവണ്ണം പൂർണ്ണ ശുദ്ധീകരണം അവൻ പ്രാപിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും. പക്ഷെ ബൈസിൽ പറയാ, കർത്താവിനാൽ നമ്മളെല്ലാം പരിശോധിക്കപ്പെടും. തുടർന്ന് എന്താണ് സഭാപിതാവ് പറയുന്നത്? പോരാട്ടത്തിൽ മുറിവേറ്റതായി കണക്കാക്കപ്പെട്ടാൽ, കറയോ പാപത്തിന്റെ ഫലങ്ങളോ കണ്ടാൽ അവർ തടഞ്ഞു നിർത്തപ്പെടും. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ സമയം സാധ്യമല്ല. അതേസമയം മുറിവേൽപ്പിക്കപ്പെടാതെയും കറയില്ലാതെയും തോൽപ്പിക്കപ്പെടാതെയും കാണപ്പെട്ടാൽ ക്രിസ്തു അവരെ വിശ്രമത്തിലേക്ക്, തൻ്റെ സ്വസ്ഥതയിലേക്ക്, തൻ്റെ നിത്യമായ മഹത്വത്തിലേക്ക്, തൻ്റെ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെത്ര മനോഹരമായൊരു ജീവിതമാണ് ദൈവമക്കളെ. തുടർന്ന് സഭാപിതാവായ ബേസിൽ പറയാ, പാപത്തിന്റെ കറകളും അവ ഏൽപ്പിച്ച മുറിവുകളും അയോഗ്യരായി എണ്ണപ്പെടുന്നതിനാൽ ഈ ഭൂമിയിലെ അപൂർണതകൾ നമ്മെ ശുദ്ധീകരണ സ്ഥലത്തിന് അർഹമാക്കുന്നു. ദൈവത്തിന്റെ മഹാകരുണയുടെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. ഞാൻ പലപ്പോഴും വിറയിലൂടെ ചിന്തിക്കാറുണ്ട്, ശുദ്ധീകരണ സ്ഥലം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഉറപ്പാണ്, നല്ലൊരു ശതമാനം, നമ്മളൊക്കെ നല്ലൊരു ശതമാനം നിത്യ നരകത്തിൽ ഉപദിക്കും. അപ്പൊ എത്രയോ വലിയ അനുഗ്രഹമാണ് സ്വർഗരാജ്യ പ്രവേശനത്തിനായി നമ്മളെപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ, നമ്മുടെ അന്തിമ ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് നമുക്കായി ഈ ഒരു സംവിധാനം ഒരുക്കിയത്. ദൈവമക്കളെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ, നമ്മൾ കെയർലെസ് ആയി ജീവിക്കരുത്. ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്ന ഈ ജീവിതത്തെ ലാഘവമായി കാണരുത്, കെയർലെസ് ആയി കാണരുത്. ഇതെങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല. അതീവ ജാഗ്രതയോടെ, അതീവ ശ്രദ്ധയോടെ, നിത്യതയെ കണ്ടുകൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ജീവിത. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മുടെ ആത്മാവിന്റെ കടങ്ങൾ വീട്ടുക, ആത്മാവിന്റെ കടങ്ങൾ വീട്ടുക. ഈ കടങ്ങൾ വീട്ടിയാൽ നമുക്ക് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതത്ര എളുപ്പമല്ല ദൈവമക്കളെ. അതിന് നമ്മൾ അതുപോലത്തെ ഒരു ജീവിതത്തിലേക്ക് വരണം. ഇന്ന് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടോ? ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും ഇമ്പങ്ങളും കണ്ട് ഈ ലോകത്തിൻ്റെ ജീവിത വ്യഗ്രതയിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കളാണ് നശ്വരമായ സുഖത്തിനും ഭോഗേച്ഛയ്ക്കും ലോകം നീട്ടിത്തരുന്ന നേട്ടങ്ങൾക്ക്, ഉന്നമനങ്ങൾക്കും വേണ്ടി അവിടെ ആത്മാവിൻ്റെ നാശം ഗൗനിക്കാതെ ലൗകികരും ജഡീകരുമായി ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യം എന്തായിരുന്നു? സഭയിൽ മറ്റൊരു വലിയൊരു വിശുദ്ധയാണ് ജനോവയിലെ വിശുദ്ധ കാതറിൻ. 8 വയസ്സ് മുതലേ അവൾ വിശുദ്ധിയോടെ ജീവിച്ചു. 10, 16, 17 വയസ്സുള്ള സമയത്ത് അവൾ വിവാഹം കഴിച്ചു. രാജാവാണ്, രാജകൊട്ടാര സുഖ സൗകര്യങ്ങളായിട്ട് ജീവിക്കുകയാണ്. എങ്കിലും അവൾ പാപത്തിൽ വീണില്ലെങ്കിലും അവൾ ആ സുഖഭോഗങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുകയാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ആ യൗവന പ്രായത്തിൽ തന്നെ കുംഭസാരം എന്ന കുദാശ സ്വീകരിക്കുന്ന സമയത്ത് അവൾ കർത്താവിനെ കണ്ടുമുട്ടി. യഥാർത്ഥ അനുതാപ മാനസാന്തരം കാതറിൻ ഉണ്ടാവുകയാണ്. എൻ്റെ സഹോദരൻ അതിനുശേഷം അവൾ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെ ജീവിതം തെരഞ്ഞെടുത്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രാജാവാണ്. രാജാവിനോട് പറഞ്ഞു, അങ്ങ് എന്നെ ഇനി ഒരു സഹോദരിയായി കാണണം. തൻ്റെ ഭാര്യ പറഞ്ഞ് ഈ അഭ്യർത്ഥന സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു. പരസ്പരമുള്ള ദാമ്പത്യ കടമകളൊക്കെ അവര്, ആ വിധത്തിലുള്ള കടമകളൊക്കെ അവര് ഈശോയെ പ്രതി, ആത്മാക്കളെ പ്രതി വേണ്ടെന്ന് വെച്ചു. രണ്ടുപേരും സഹോദരന്മാരെ തുല്യമായി ജീവിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ കാതറിനെ ഒരുപാട് വെളിപാട്, പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള റെവലേഷൻ, മനോഹരമായ പുസ്തകം തന്നെ അവൾ തയ്യാറാക്കിയിട്ടുണ്ട്. കർത്താവ് നൽകാൻ തുടങ്ങി.
ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ കൊടുക്കാൻ തുടങ്ങി. ഈ രാജാവ് ഏറ്റവും നല്ല ഭാഗ്യപ്പെട്ട മരണം തൻ്റെ ഭർത്താവിനെ അവൾ ശുശ്രൂഷിച്ചു. നൽമരണം കിട്ടി അദ്ദേഹത്തിന്. വിശുദ്ധ കാതറിൻ പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്. അവിടെ പറയുന്നത് ഇരുമ്പിനെ തുരുമ്പിങ്ങനെ പൊതി നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ ആത്മാവിൽ പാപം ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് കാതറിൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പാപമെന്ന തുരുമ്പാണ് സ്വർഗീയ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പ് അഗ്നിയിൽ എന്ന പോലെ കത്തി നശിക്കണം. അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമെന്ന തുരുമ്പാണ് സ്വർഗരാജ്യ പ്രവേശനത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പിനെ എന്തുണ്ടാകണം? ശുദ്ധീകരണ തീ ഇറങ്ങി ഈ തുരുമ്പ് കത്തി നശിപ്പിക്കണം. എങ്കിലേ നമുക്ക് നിത്യ സൗഭാഗ്യം എന്ന് പറഞ്ഞ് നമ്മുടെ കടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പൂർത്തി ഉണ്ടാകണം. പരിപൂർണമായ ശുദ്ധീകരണം ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 21:27 കേട്ടില്ലേ? അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, മ്ലേച്ഛമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, കാപട്യമുള്ളതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം എന്ന് പറഞ്ഞ മരണാനന്തര ജീവിതത്തിൽ ദൈവത്തിന്റെ നീതിയുടെ മുൻപിലാണ് നമ്മൾ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ കുദ്രേസ്യ പറയുന്നുണ്ട് അതത്ര എളുപ്പമല്ല. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് അത് ഇടുങ്ങിയ വഴിയാണ്, അതിലൂടെ പ്രവേശിക്കുന്നവർ വളരെ അധികം എന്നല്ല കർത്താവ് പറഞ്ഞത്. അതിലൂടെ പ്രവേശിക്കുന്നവർ വളരെ ചുരുക്കം, വളരെ ചുരുക്കം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കൊച്ചു ത്രേസ്യതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിൽ ശരണപ്പെടാത്ത, വിശ്വസിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്. കണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കർത്താവിനെ ആശ്രയിക്കാത്ത, വേണ്ട വിധം കർത്താവിനെ വിശ്വസിക്കാത്ത, കർത്താവിനെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് സഭയുടെ വേദപരംഗതയെ പറയുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയാ ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്, ഉറപ്പാണ്. തുടർന്ന് എന്താ വീണ്ടും കൊച്ചുത്രേസ്യ പറയുന്നത്? ഈ ഭൂമിയിലെ പീഡകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മരണത്തിന് ശേഷം നേരെ ദൈവത്തിലേക്ക് ചെല്ലാനുള്ള കൃപകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? വീണ്ടും എന്താ പറയുന്നത്? എന്നാൽ അപ്രകാരം ലഭിക്കാത്ത വ്യക്തികൾ സമയം പാഴാക്കി എന്നും വേണം പറയാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ, സഹനങ്ങൾക്ക് വലിയ വിലയുണ്ട് മക്കളെ. എന്താണ് വിശുദ്ധ കുദ്രേസ്യ പറയുന്നത്? യാതനയും സഹനവും കഷ്ടപ്പാടുമെല്ലാം പാഴാക്കി കളഞ്ഞവർ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടക്കേണ്ടി വരുന്നു. സഹനം നഷ്ടപ്പെടുത്തരുത്, സഹനങ്ങൾ പാഴാക്കരുത്. പിറുപിറുത്തും മുറുമുറുത്തും പരാതി പറഞ്ഞും പഴി പറഞ്ഞും കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങള് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഓരോ സഹനവും കൃപയായി, ലാഭമായി നമ്മൾ മാറ്റുവാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃശ്ശൂരിലെ മരത്താക്കരയിൽ ഒരു വിശുദ്ധയായ സിസ്റ്റർ ഉണ്ടായിരുന്നു, നോബട്ടമ്മ. നോബട്ടമ്മയുടെ കുഴിമാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോബട്ടമ്മയുടെ ജീവിതം അതായിരുന്നു: സഹിച്ചത് ലാഭം, സുഖിച്ചത് നഷ്ടം. സഹിച്ചത് ലാഭം, സുഖിച്ചത് നഷ്ടം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയാണ് സഹനങ്ങൾ നഷ്ടപ്പെടുത്തിയവരെല്ലാം, സഹനങ്ങൾ പാഴാക്കിയവരെല്ലാം, സഹനങ്ങളെ തള്ളിക്കളഞ്ഞവരെ, സഹനങ്ങൾ അവഗണിച്ചവരെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ശുദ്ധീകരണ സ്ഥലം എന്നത് സമയം പാഴാക്കിയവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അടിയം തരാം
പ്രവേശന കവാടമാണ്. പ്രവേശന കവാടമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 നമ്മളിത് മനസ്സിലാക്കണം. വിശുദ്ധനായ പേദ്രോപ്പിയോ ശുദ്ധീകരണ ആത്മാക്കളുമായി വിശുദ്ധന് വലിയൊരു ബന്ധം കൂട്ടായ്മയുണ്ടായിരുന്നു. വിശുദ്ധ പേദ്രോപ്പിയോ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ അനേകം ശുദ്ധീകരണാത്മാക്കൾ പങ്കെടുക്കുമായിരുന്നു. കർത്താവ് ഈ ഒരു കൃപ പ്രത്യേകമായി വിശുദ്ധനെ നൽകിയിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ആശ്രമത്തിൽ മറ്റു വൈദികരും ബ്രദേഴ്സെല്ലാം അത്താഴം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ദേവാലയത്തിൽ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധൻ കേൾക്കുകയാണ് ചില മെഴുകുതിരി കാളുകൾ വീഴുന്ന ശബ്ദം. ആകെ ഒരു കലപ്പല ഒച്ച കേൾക്കുകയാണ്. പേദ്രോപ്പിയെ നോക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു ബ്രദർ ഇങ്ങനെ വളരെ വിഷാദത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഉടനെ പേദ്രോപ്പിയെ ചോദിക്കും, നീ ആരാണ്? അപ്പോൾ പറയും, ഞാൻ ഇവിടെ ഈ ആശ്രമത്തിൽ ജീവിച്ചൊരു ബ്രദറാണ്, ഞാൻ ശുദ്ധീകരണ ആത്മാവാണ്. ഈ ശുദ്ധീകരണ ആത്മാവ് എന്താ വിശുദ്ധനോട് പറഞ്ഞെന്നറിഞ്ഞു? ഞാൻ ഈ ആശ്രമത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വലിയ വലിയ മാരക പാപങ്ങളോ കൊലപാതകങ്ങളോ ബാങ്ക് കവർച്ചകളോ ഭീകര പ്രവൃത്തികളോ അല്ലെങ്കിൽ ലോകവ്യാപകമായ അക്രമങ്ങളോ ഇതൊന്നും ചെയ്തിട്ടല്ല ദൈവമക്കളെ. എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ ചെയ്തു. എന്നാൽ ഞാൻ ചെയ്തത് ഉത്സാഹമില്ലാതെയാണ്, നിരുത്സാഹത്തോടെ, തീഷ്ണതയില്ലായ്മ, മന്ദതയോടെ, ഉത്സാഹമില്ലാതെ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തു. പേദ്രോപ്പിയോട് പറയാണ്, 60 വർഷമായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവർ, ഇത് ചിലപ്പോൾ നമുക്ക് കെട്ടുകഥയായിട്ട് തോന്നും, വെച്ച് കെട്ടി പറയുന്ന കാര്യങ്ങളായിട്ട് തോന്നും. അല്ല, അത് പിശാചിന്റെ ഒരു പരിപാടിയത്. കാരണം ഈ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കാനും പരിത്യാഗം ചെയ്യാനും ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കാനും തുടങ്ങിയാൽ അനേകം ആത്മാക്കള് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും. ഇതിലൂടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സഭ കൂടുതൽ കരുത്താർജിക്കും, ദൈവവിളികൾ വർദ്ധിക്കും, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും, വ്യക്തികളിൽ പരിശുദ്ധാത്മ തീയിറങ്ങും, സാത്താൻ അടിസ്ഥാനങ്ങൾ പൊട്ടും, അവന്റെ നുഖങ്ങൾ ഒടിഞ്ഞു പോകും, അനേക ഡെലിവറൻസിലേക്ക് വരും, മാനസാന്തരത്തിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം നമ്മളെക്കാൾ അധികം പിശാചിനറിയാം. അതുകൊണ്ട് അവൻ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് ചുമ്മാ പറയാണ്. നമ്മുടെ അകത്ത് ഈ വിഷം അവൻ കുത്തിവെക്കും. ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല, ഇത് ചുമ്മാ പറയാണ്, ഇതൊരു കെട്ടുകഥയാണ് എന്നൊക്കെ നമ്മളെ ധരിപ്പിക്കുമാറ് പിശാച് ചതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എൻ്റെ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരി സഹോദരങ്ങൾ. ഒരു നാളിൽ എൻ്റെ അകത്തും ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് തിയോളജി കിടപ്പുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് തിയോളജി. നമ്മളിങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവ് അങ്ങനെയുള്ള ഒരു അത്ര വലിയ കർത്താവ് കരുണയല്ലേ, സ്നേഹമല്ലേ? ഇതെല്ലാം ശരിയതേ മക്കളെ. കരുണയും സ്നേഹമൊക്കെ ഈ ലോകം വിട്ട് നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ നീതിയാണ്. നീതി മാത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ കർത്താവ് പറഞ്ഞേ, എന്റെ കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ആരൊക്കെ വിസമ്മതിക്കുന്നുവോ അവർക്കെല്ലാം എന്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഭയാനകമാണ്, ഭയങ്കരമാണ് ദൈവമക്കളെ. ഇവിടെ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പേദ്രോപ്പിയോ പറയണ 60 വർഷമായി പേദ്രോപ്പിയോ, ഇനി നീ ഇവിടെ വരരുത്, ഞാൻ നിനക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ വർഷങ്ങളായി കിടക്കുന്ന അനേക ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. ചെയ്ത തെറ്റെന്താ? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങള് ഉത്സാഹമില്ലാതെ ചെയ്തു, ഒരു മന്നോഷണമായി, തീഷ്ണതയില്ലാതെ ചെയ്തു. അതിൻ്റെ പേരിലെ വർഷങ്ങളായി കിടക്കുകയാണ്. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പൂർണ്ണതയും ശുദ്ധീകരണവും ആത്മാവിനില്ല. വിശുദ്ധ പേദ്രോപ്പിയോട് തന്നെ അദ്ദേഹത്തിന് ആശ്രമത്തിൽ ഒരു ബ്രദർ പ്രകാരം ചോദിച്ചു, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയുക? ഇത്രയും അനുഭവങ്ങളുള്ളതല്ലേ, ശുദ്ധീകരണ ആത്മാക്കളുമായി അടുത്ത ബന്ധമുള്ളതല്ലേ,
കർത്താവ് പല പ്രാവശ്യം ശുദ്ധീകരണ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് തൻ്റെ കരുണയാൽ. പക്ഷെ പേതൃപ്പിയെ പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ച് സാധിക്കുന്നവരൊക്കെ ആ സ്ക്രീനിൽ നോക്കി വായിച്ച്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത്. എൻ്റെ ദൈവമേ, ശ്രദ്ധിച്ചേ നിങ്ങൾ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ശുദ്ധീകരണ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും ശുദ്ധീകരണം ആത്മാക്കൾക്ക് അത് അനുഭവപ്പെടുക. ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരു സിസ്റ്റർ പേതൃപ്പിയോട് സിസ്റ്റർ ബിറൂളി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അവിടുത്തെ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചൊക്കെ അറിയാൻ സ്നേഹത്തോടെ വിശുദ്ധനോട് ചോദിക്കും, എന്താണ് അങ്ങയുടെ അനുഭവം? ഉടനെ വിശുദ്ധ പേതൃപ്പിയെ പറയും, എൻ്റെ മകളെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഈ ഭൂമിയിലെ അഗ്നിയുടെ കിണറ്റിലേക്ക് തങ്ങളെ തന്നെ എറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് ആ അഗ്നിക്കിണർ തണുത്ത വെള്ളമുള്ള ഒരു കിണറായിരിക്കും. ഈ രാത്രിയിൽ ഇത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല ദൈവമക്കളെ, യാഥാർത്ഥ്യമാണ്. നമ്മളിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിയും ഭയം ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ അതുപോലത്തെ ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓരോ ശക്തിയോടെ പറഞ്ഞേ, ഈ ലോകത്തിൽ ഞാനും അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കണം. ശുദ്ധീകരണാഗ്നി. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ജനോവയിലെ വിശുദ്ധ കാതറിൻ വീണ്ടും ഇപ്രകാരം പറയുകയാണ്. എന്താ പറയുന്നത്? ശുദ്ധീകരണ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ആത്മാക്കൾ നിബന്ധിക്കുന്നത്? നമ്മൾ പല രീതിയിൽ അത് കണ്ടു. എങ്കിലും വിശുദ്ധ കാതറിന്റെ വീക്ഷണത്തിൽ, അനുഭവത്തിൽ കാതറിൻ പറയാണ്, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു ആത്മാവിനുണ്ടായിരുന്ന വിശുദ്ധിയും നൈർമല്യവും ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ആത്മാവിനില്ലെങ്കിൽ നരകത്തിൽ നിബന്ധിച്ചേക്കാവുന്ന ഈ ആത്മാവിന് ദൈവം താൻ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിശുദ്ധി നേടിയെടുക്കാൻ ശുദ്ധീകരണ സ്ഥലം വഴിയായി അവസരം കൊടുക്കുകയാണ്. എന്നാൽ അല്പമെങ്കിലും അപൂർണതയുടെ കറ പറ്റിയ ഒരു ആത്മാവിന് നമ്മുടെ ഭാവനയിൽ ചിന്തിക്കാനാവാത്ത വിധത്തിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനാകില്ല. അതിനാൽ ഇത്തരത്തിലുള്ള അപൂർണതകളെ ഇല്ലാതാക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഈ ആത്മാവ് സ്വയം നിബന്ധിക്കുന്നു. വിശുദ്ധയായ മറിയന്ത്രേ, നമ്മുടെ കേരള സഭയിലെ വലിയൊരു വിശുദ്ധ നമ്മുടെ മറിയന്ത്രേസ്യാമ്മ. ശുദ്ധീകരണ ആത്മാക്കളും ബന്ധമുണ്ടായിരുന്നു. ഇത്ര അനുഭവങ്ങളാണ്. വിശുദ്ധ ഏപ്രസ്യ, നമ്മുടെ ഒല്ലൂര് വിശുദ്ധ ഏപ്രസ്യാമ്മ. ഏപ്രസ്യാമ്മയ്ക്ക് ശുദ്ധീകരണ ആത്മാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് പ്രത്യേകമായ ഒരു കൃപയായി കർത്താവ് കൊടുത്തതാണ്. പലപ്പോഴും വിശുദ്ധ ഏപ്രസ്യാമ്മയുടെ മദറിനെ ആ സന്യാസ ഭവനത്തിലെ സുപ്പീരിയർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പലപ്പോഴും ഇതൊക്കെ ഒരു ഭ്രാന്തായി, ഇതൊക്കെ മനസ്സിൻ്റെ വിഭ്രാന്തികളായി ഈ സുപ്പീരിയർ കാണുകയാണ്. പലപ്പോഴും ഇത് പറഞ്ഞ് ഏപ്രസ്യാമ്മയെ മുറിവേൽപ്പിക്കും, സംശയിക്കും, വേദനിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഇതിനുള്ള ബന്ധത്തിൽ ഇങ്ങനെ വേദനിപ്പിക്കുന്ന സമയത്ത് ഏപ്രസ്യാമ്മ പറയും, അമ്മ എൻ്റെ അകത്ത് കൈ പിടിച്ച്. അങ്ങനെ ഏപ്രസ്യാമ്മയുടെ കൈ പിടിക്കുന്ന സമയത്ത് ഈ സുപ്പീരിയർ കാണുകയാണ്, ആ ചാപ്പലിൽ, ആ ദേവാലയത്തിലെ അനേക ശുദ്ധീകരണാത്മാക്കൾ വന്നിരിക്കുകയാണ്. പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് അനേക ശുദ്ധീകരണാത്മാക്കളെ ഈ സുപ്പീരിയർ കാണുകയാ. ഇത് കണ്ടപ്പോൾ ആകെ പേടിച്ചു പോയി, വരണ്ടുപോയി. ഒരു അമ്മ പറഞ്ഞു, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു, കൈ മാറ്റാൻ പറഞ്ഞു. കൈ മാറ്റി കഴിഞ്ഞപ്പോൾ ആ ദർശനം മാറിപ്പോയി. ഉടനെ ആ സന്യാസ ഭവനത്തിലെ സുപ്പീരിയർ ഈ അമ്മ ഓടിച്ചെന്ന് അവരെ അവിടെ യഥാർത്ഥ സമയത്തൊക്കെ അവിടെ നമുക്കറിയാം അവരെ ഉല്ലാസത്തിൻ്റെ സമയമാണ്, വർത്താനമൊക്കെ പറയുന്നൊരു സമയം. അപ്പോൾ ഇങ്ങനെ വർത്തമാനം സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷിക്കാനൊക്കെ ആ സമയത്ത് അവിടെ സാധിക്കുന്നുള്ളൂ. ഉല്ലാസ സമയമാണ്. സുപ്പീരിയർ പറയും, ഉല്ലാസം നിർത്ത്, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ വെളിപാട് കിട്ടിയപ്പോൾ, ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള റെവലേഷൻ കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യകതയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പ്രാധാന്യം എല്ലാം
കർത്താവ് അങ്ങ് മനസ്സിലാക്കി കൊടുക്കുക. ഉല്ലാസം നിർത്ത്, നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയോ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നിരവധി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ ഏറ്റവും വലിയ വേദന, പീഡ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് കർത്താവിനെ മുഖാഭിമുഖം കാണാൻ കഴിയാത്തതാണ്. നിത്യസൗഭാഗ്യ പ്രവേശനത്തിന് സാധിക്കാത്തതാണ്. കർത്താവുമായി പൂർണ്ണമായി ഐക്യപ്പെടാൻ കഴിയാത്തതാണ് ഒരു ശുദ്ധീകരണാത്മാവിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന ഈ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കലും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സഹനം എന്ത്? ഉടനെ ചോദിച്ചപ്പോൾ ഒരേ സ്വരത്തിൽ അവരെല്ലാം പറഞ്ഞു, ദൈവത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പീഡ. ദൈവത്തെ കാണുവാൻ, ദൈവത്തോട് പൂർണ്ണമായി ഐക്യപ്പെടുവാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പീഡ എന്ന് ശുദ്ധീകരണാത്മാക്കളെല്ലാം ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ പീഡ അതാണ് ദൈവമക്കളെ. ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ ഒരു പീഡയുടെ അനുഭവം, വിശുദ്ധീകരണാത്മാക്കൾ അനുഭവിക്കുന്ന ഈ വേദനയുടെ ഒരു അനുഭവം വ്യക്തിപരമായി നമ്മുടെ കർത്താവ് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് നൽകുകയാണ്. അപ്പോൾ വിശുദ്ധയ്ക്ക് മനസ്സിലായി, ഒരു ശുദ്ധീകരണാത്മാവ് എന്തുമാത്രം ഞാൻ ഇങ്ങനെ ഈ പീഡ, ഈ ലോകത്തിൽ ഇതുപോലൊരു പീഡ അനുഭവിക്കുന്നുവെങ്കിൽ, കർത്താവിനെ കാണുവാൻ, കർത്താവിനോട് ഐക്യപ്പെടുവാൻ ഇതുപോലൊരു പീഡ അനുഭവിക്കുന്നുവെങ്കിൽ, ശുദ്ധീകരണ ആത്മാക്കൾ അവർ അനുഭവിക്കുന്ന പീഡ എത്രയോ കഠിനമായിരിക്കും. ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് ബോധ്യം കൊടുക്കുകയാണ്. സഭാപിതാക്കന്മാരുടെ, വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ ജത്രൂത്ത്. കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തോടും ശുദ്ധീകരണ ആത്മാക്കളോടും വലിയ ഭക്തിയും സ്നേഹവുമായിരുന്നു. ദ ഗ്രേറ്റ് എന്നാണ് സഭ പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നതാണ്, മഹതി എന്നാണ് പറയുന്നത്. സഭയിൽ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ ജത്രൂത്ത്. പക്ഷെ ജത്രൂത്ത് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി. പെട്ടെന്ന് 40 വർഷം മുമ്പ് മരിച്ചുപോയൊരു ആത്മാവിനെ കാണിച്ചു കൊടുത്തു. പക്ഷെ ജത്രൂത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്, സഭയിലെ ഒരു ചെറിയ പ്രാർത്ഥനയുടെ ഫലം പോലും ഈ ആത്മാവിന് സ്വീകരിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ പീഡയാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഈ ആത്മാവ് അനുഭവിക്കുന്നത്. കർത്താവ് അത് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈശോ പറഞ്ഞു, അതിൻ്റെ കാരണം ഇവൻ ഒരു വലിയ പട്ടാളക്കാരനൊന്നും, ഇവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെ ധിക്കാരിയും അഹങ്കാരിയുമായി ജീവിച്ചു. അനുതാപം മാനസാന്തരം ഇല്ല. വളരെ വലിയ അഹങ്കാരിയും ഗർവിലും ധിക്കാരത്തിലും ഇവൻ ജീവിച്ചു. പക്ഷെ മരിക്കുന്നതിനേക്കാൾ തൊട്ട് മുൻപ് തൻ്റെ ജീവിതത്തെയോട് അവൻ പെട്ടെന്ന് ചെറിയൊരു അനുതാപം അവനുണ്ടായി. ഈ അനുതാപമായിരുന്നു നരകത്തിൽ നിബന്ധിക്കുന്നതിൽ നിന്ന് ഈ ആത്മാവിനെ തടഞ്ഞത്. കർത്താവ് അവിടെ ഇടപെടുകയാണ്. വിശുദ്ധ ജത്രൂത്ത് തീരുമാനമെടുത്തു, ഈ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഈ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട്, അങ്ങയുടെ പ്രാർത്ഥന എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അനേകം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഒത്തിരി റെവലേഷൻ കർത്താവ് കൊടുത്തിട്ടുള്ളതാണ്. സഭയിലെ വലിയൊരു വിശുദ്ധയാണ്. അങ്ങനെ വിശുദ്ധ ജത്രൂത്തിനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് നമ്മളെല്ലാവരും ബൈഹാർട്ട് പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അനേകർക്ക് ഈ പ്രാർത്ഥന അറിയാം. നമ്മൾ ഒരുമിച്ച് അത് ചൊല്ലുകയാണ്. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യ ബലികളോടും ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും
ആത്മാക്കൾക്ക് വേണ്ടിയും എല്ലാ ആത്മാക്കൾക്ക് ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും സകല പാപികൾക്ക് വേണ്ടി തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ, 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 ആമേൻ. ആമേൻ. ഇപ്പൊ നമ്മൾ വിശ്വാസത്തോടെ ചൊല്ലി 1000 ശുദ്ധീകരണ ആത്മാക്കളെ ഈ സമയം ഈശോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇത് വിശുദ്ധ ജത്രൂത്തിനെ കർത്താവ് പ്രത്യേകമായി നൽകിയ വാഗ്ദാനമാണ് ദൈവമക്കളെ. ഇത് ദിവസത്തിൽ പല പ്രാവശ്യം ചൊല്ലി നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ